കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും അട്ടിപ്പേറവകാശം ഇപ്പോൾ രാഹുൽ ഈശ്വരനാണ്. കാരണം അവൻ ഇതുപോലെ സ്ത്രീപീഡനം, ബലാത്സംഗം, മതപരിവർത്തനം, അതുപോലെ സുടുക്കൾ അടിച്ചോണ്ടു പോകുന്ന ഹിന്ദു പെൺകുട്ടികളുടെ വിഷയത്തിലൊക്കെ ഇവൻ കയറി അങ്ങോട്ട് ഇടപെടും. എന്തിനാണെന്നറിയാമോ? അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇപ്പൊ അറിയാത്ത ആരുമില്ല കേരളത്തില്. ഞാൻ അതിന് ചില കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് അവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിലെ 99% ആളുകളും ഈ പെൺകുട്ടിക്കും ആ പയ്യനും പിന്തുണയാണെന്ന്. ഇത്രയും പോട്ടെ, 90% ഇത്രയും ആളുകളുടെ പിന്തുണ ഇവനെ ആരറിയിച്ചു? രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ച മൊണാലിസ ഫർമാൻ ഖാൻ വിവാദം. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിലപാട് പറയുകയാണ് രാഹുൽ ഈശ്വർ. അത് കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്? ലടുക്ക മാറ്റിയോ ലടുക്കി മാറ്റിയോ എന്നൊക്കെ കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്? അപ്പോ മധ്യപ്രദേശ് പോലീസും ഈ അന്യസംസ്ഥാന അന്വേഷണ ഏജൻസികളൊക്കെ വെറുതെയാണോ ഈ പറയുന്നതെല്ലാം? ആശുപത്രിയിൽ പോയി ഈ കൊച്ച് ജനിച്ചതിന്റെ രേഖകൾ സംഘടിപ്പിച്ചിട്ടാ മധ്യപ്രദേശ് കേരളത്തിലെത്തിയിരിക്കുന്നത്. വേറെ ഒരു ചെരപ്പും ഇല്ലാത്തത് കൊണ്ടല്ല. 2 പാഴുകളുടെ പിന്നാലെ നടന്ന് സമയവും പണവും എഫേർട്ടും ഒക്കെ കളയാൻ. കേരളത്തിൽ അഭയം തേടിയെത്തിയ ഇവർക്ക് ആവശ്യമായിട്ടുള്ള നിയമോപദേശം നൽകിയതായി മധ്യപ്രദേശ് പറഞ്ഞു. കേരള പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും കാണിച്ച് മൊണാലിസ കേരള മുഖ്യമന്ത്രി, DGP എറണാകുളം പോലീസ് കമ്മീഷണർ എന്നിവർക്കൊക്കെ പരാതിയും നൽകിയിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടാണ് ഇവർ അധികൃതരെ സമീപിച്ചിരിക്കുന്നത്. പ്രായം തെളിയിക്കുന്ന രേഖകളും പരാതിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. മൊണാലിസയും ഫർമാൻ ഖാനും നിയമോപദേശത്തിനു വേണ്ടി തന്നെ സമീപിച്ചിരിക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് എന്നും കേരളം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഇന്ത്യ എല്ലാവരുടെയും അച്ഛന്റെയും അമ്മയുടെയും വകയാണ് എന്ന ഭരണഘടനാ ബോധ്യം ഓരോ ഇന്ത്യക്കാരനും വേണമെന്നും അതാണ് യഥാർത്ഥ രാജ്യസ്നേഹമെന്നും അയാൾ പറഞ്ഞു. വിഷയത്തിൽ അന്വേഷണത്തിനായി കേരളത്തിലെത്തിയ മധ്യപ്രദേശ് പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം സത്യം ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. അവർ നിയമപരമായി ഹൈക്കോടതികളെ സമീപിക്കുമെന്നും വിവരം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. വ്യത്യസ്തമായ മതസമുദായങ്ങളിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നതിനെ ക്രിമിനൽ കുറ്റമായി കാണുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിലാണ് താൻ ഇവർക്ക് നിയമോപദേശം നൽകിയതെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ജയ് ഗാന്ധിജി ജയ് ഹിന്ദ് എന്ന വരികളോടെയാണ് അയാൾ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിന്റെ കമന്റ് ബോക്സ് വളരെ രസകരമാണ്. കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. അല്ല, ചോദിക്കട്ടെ, ഇവിടുത്തെ ഹിന്ദുക്കൾക്കു മാത്രമാണോ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും വലിയ ബാധ്യതയുള്ളത്? മറ്റവർക്കാർക്കും ഇല്ലേ? പോട്ടെ, മധ്യപ്രദേശിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ലേ? മധ്യപ്രദേശിന്റെ ഇന്ത്യക്കകത്തല്ലേ? ഈ കൊച്ചിന് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ മധ്യപ്രദേശ് കോടതിയിലും തെളിയിക്കാമല്ലോ ഈ കൊച്ചിന്റെ രേഖകൾ വെച്ചിട്ട്. അത് കേരളത്തിൽ തന്നെ തെളിയിക്കണമെന്ന് എന്തോ എത്ര നിർബന്ധം? ഈ കൊച്ചിന് പ്രായപൂർത്തിയായെങ്കിൽ എന്തിന് പേടിക്കണം? മധ്യപ്രദേശ് പോലീസ് ഇവിടെ വന്നപ്പോൾ ഈ കൊച്ചിനെ കാണാനില്ല. ഇവർ ഒളി സങ്കേതത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അവനെയും കാണാനില്ല. അവൻ ഒളിച്ചോടിപ്പോയോ? കഴിഞ്ഞ ദിവസം അവനല്ലേ വീഡിയോ ചെയ്തത് ഈ കൊച്ചു ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞിട്ട്. പുതിയ നാടകങ്ങളുമായി സുടുക്കൾ അരങ്ങേറുമ്പോൾ അവരെ പിന്താങ്ങി രാഹുൽ ഈശ്വരന്മാർ ഉണ്ടാകാതെ പറ്റുമോ? അഖിലഹാദിയയെ ബലിക്കു കൊടുത്തതുപോലെ അടുത്ത ബലിയാടിനെ കിട്ടിയ സന്തോഷമാണ് അവന്റെ മുഖത്താ കാണുന്നത്. നിങ്ങൾ ഇനി ആ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഏഷ്യാനെറ്റ് വാർത്തയാണ്. ഈ വാർത്തയുടെ താഴെ വന്ന കമന്റ്സ് ഒന്ന് നോക്കിക്കോ. ലിംഗമില്ലാത്തവന്റെ ശീൽക്കാരം ശിഖണ്ഡിക്കൊപ്പം. സ്വന്തം വീട്ടിൽ പാർപ്പിച്ചാലോ കുറച്ചുകൂടെ കേരളത്തിന്റെ സൗന്ദര്യം കൂടും. ഒരു സവർണൻ ഇവറ്റകൾക്ക് അഭയം നൽകിയെന്ന് പറയുമ്പോൾ അതെങ്ങനെയുണ്ട്? ഒറ്റ കമന്റ് പോലും ഞാൻ സ്കിപ്പ് ചെയ്യാതെയാണ് വായിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ ആരാണെന്ന് നോക്കണം. സുനിത ലക്ഷ്മി, KM സജി, മോനായി. ഇവന്റെ തള്ളനെ പണിവെച്ചത് നാട്ടുകാരാണോ? വീട്ടിൽ കൊണ്ട് നിർത്തി മാതൃക കാണണം താങ്കൾ. അതാണ് ആണത്തം, അല്ലാതെ ഇരുന്ന് ചലിക്കുന്നതല്ല. 16 വയസ്സുള്ള സഖാക്കളുടെ പെൺമക്കളെ ഇതുപോലെ അഭയം കൊടുക്കാൻ വേറെ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നവർ തയ്യാറായാൽ നീയൊക്കെ ഇതുപോലെ വിപ്ലവം പറയുമോ? കേരളത്തിലെ ഒവൈസി. ഏത് കള്ളനും കൊലപാതകിക്കും പെണ്ണുപിടിയനും പോക്സോ കേസ് പ്രതിക്കും ഒളിവിൽ താമസിക്കാൻ പറ്റിയ സ്ഥലമായി കേരളത്തെ ഇടതനും വലതനും കൂടി മാറ്റി. കേരളത്തിന്റെ പൊതുശല്യമാണ് ഈ മൊണ്ണ. ഈ ഊളയെ മധ്യപ്രദേശിന് കൊടുത്തിട്ട് ആ കുട്ടിയെ ഇവിടെ നിർത്തൂ. എടാ പൊട്ട, അത് ഇവിടത്തെ നിയമവും കോടതിയും പോലീസും ഒക്കെ ചെയ്തോളും. നീ പോയി കുനിഞ്ഞു നിന്ന് കൊടുത്താട്ടെ. ഇവനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇവനെ വീട്ടിൽ വളർത്തിക്കൂടെ? രാഹുൽ ഈശ്വരൻ എന്ന ദേശീയ ദുരന്തം. ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ലേ?
തലയ്ക്ക് നല്ല വെളിവില്ലേ? പോക്സോ കേസാണ് എന്ന് ഇയാൾക്ക് അറിയില്ലേ? അവർക്ക് 18 വയസ്സ് കഴിഞ്ഞെങ്കിൽ കോടതിയിൽ പോയി അത് തെളിയിച്ച് സുഖമായി ജീവിച്ചാൽ പോരെ? അവിടത്തെ പോലീസാണ് വന്നത്. ഇവിടത്തെ പോലീസ് എന്ത് ചെയ്യും? നിന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? ജിഹാദികളുടെ പണം പറ്റുന്ന എരപ്പാളി. ഇവന് കക്കൂസിൽ ഹാർപ്പിക്ക് വാങ്ങിച്ചപ്പോൾ സ്ക്രാച്ച് കാർഡ് വഴി കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇവന്റെ വീട്ടിൽ താമസിപ്പിച്ചുകൂടെ? എന്തിന് ഗവൺമെന്റ് പണം ഉപയോഗിക്കണം? ഇവന്റെ വീട്ടിൽ താമസിപ്പിച്ചു മാതൃകയാക്കണം. ഇനിയിപ്പോ സർക്കാർ ജോലിയും വീടും കൊടുത്ത് സംരക്ഷിക്കേണ്ടി വരുമോ? പുതുമയുള്ളത് എന്തെങ്കിലും എഴുന്നള്ളിച്ചാലല്ലേ സമൂഹം ശ്രദ്ധിക്കുള്ളൂ. ഇവനൊക്കെ വട്ടാണ്. ഈ രാഹുൽ മൈരൻ പറയുന്നതൊക്കെ കോയാമാരെ സുഖിപ്പിക്കാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എടാ നാറി, നീ ഒരു കൂറയാണ്. ഇവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എച്ചിൽ എത്ര കൂടുതൽ കിട്ടുന്നുവോ അതിനനുസരിച്ച് ഇവൻ കുരയ്ക്കും. സംഘങ്ങളുടെ കമന്റ് വന്നോ? നിന്റെ വീട്ടിൽ ഒരു മുറി കൊടുക്ക്. ഇവനെ മധ്യപ്രദേശിന് കൊടുത്തിട്ട് ആ കുട്ടിക്ക് ഇവിടെ അഭയം കൊടുക്കാം. മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ പാവ മനുഷ്യൻ മധ്യപ്രദേശിൽ നിന്നും ഇങ്ങനെ ഒരു സാഹസം കാണിക്കാൻ കേരളത്തിൽ വന്നത്. വെറുതെ തെറ്റിദ്ധരിച്ചു. കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും പോയി നിനക്കിത് പറയാൻ പറ്റുമോ? അതിന് ഹിന്ദു തീവ്രവാദികൾ സമ്മതിക്കുമോ? മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോലും മലം വാരിയെറിഞ്ഞ് കലാപമുണ്ടാക്കുന്ന ജാരസന്തതികളിലെയോ ആ തെമ്മാടി വർഗം. മുഹമ്മദ് ഇലാഖ് ഓക്കെ, വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കൂ. ഇന്ത്യ വീട്ടിൽ കൊണ്ടേ പിള്ളേരുടെയും കൂടെ താമസിപ്പിക്കുക. നിന്റേന്നായിരിക്കും. അവർക്കൊരു സംസ്ഥാനമുണ്ട്, അവിടെ ഒരു സർക്കാരുണ്ട്. പിണറായി കേരളത്തിലാണ് മുഖ്യമന്ത്രി. ഇവൻ ഒരു മകൾ ഉണ്ടാകുമ്പോൾ മേത്തന് കെട്ടിച്ചു കൊടുത്ത് മതസൗഹാർദ്ദം കാണിക്കട്ടെ. ഇവന് MP ജയിലിൽ കിടക്കാൻ ഒരു അവസരം കൊടുക്കണം. ഹിന്ദുക്കൾക്ക് മാത്രം ബാധകമുള്ള ഒരു സൗഹാർദ്ദം. ഈ 9 പിൻവാതിൽ നിയമനമാണ്. ഓ തമ്പ്ര, നാണം കെട്ട നാറി, അത് തിരിച്ചും വേണ്ടേ? ശ്രീകൃഷ്ണന് മുമ്പിൽ മന്തി വെച്ച് വിഷു ആശംസ ചേർത്തലയിൽ ഹോട്ടൽ ഉടമ അറസ്റ്റിൽ. ഇവൻ എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇല്ല. എന്താ കാരണം? എതിരെ നിൽക്കുന്ന മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ നഷ്ടപ്പെട്ടു പോകും. ഈ വേട്ടാവളിയനെ കാണുമ്പോൾ തന്നെ നിന്റെ അച്ഛന്റെ അണ്ടിമയിരെ. ലവ് ജിഹാദ്, സ്ത്രീ പീഡനം കേസുകളിൽ മാത്രമാണ് ഇവന്റെ ആവേശം. അവന് താല്പര്യമുള്ളതിലല്ലേ അവൻ സംസാരിക്കാൻ പറ്റൂ. പോക്സോ കേസും ജിഹാദും വെളുപ്പിക്കാൻ ഇവൻ നടത്തുന്ന പ്രയത്നം കണ്ടില്ല എന്ന് നടിക്കരുത്. വാങ്ങിക്കുന്ന പണത്തിന് എന്തെങ്കിലും കൂറ് കാണിക്കണ്ടായോ? ഈ കേസിൽ ഇവൻ രേഖകൾ പുറത്തുവിടാൻ ആരുടെ കയ്യാളാണെന്ന് മധ്യപ്രദേശ് പോലീസ് അന്വേഷിക്കണം. ഇവനെ ഒരു തരത്തിലും ബാധിക്കാത്ത, ഇവനുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത കേസിൽ ഇവനുള്ള പ്രത്യേക ആവേശം ദുരൂഹമാണ്. ഇത് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കണം. രാഹുൽ, നിന്റെ വീട്ടിൽ പണിക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കി. ഈച്ചരത്തെണ്ടി അഭയം നൽകി പഴയ കാലത്തെ മരമണ്ടൻ രാജപ്രഭുക്കന്മാരും തമ്പുരാന്മാരും അതിന്റെ ദോഷമാണെന്ന് ഭാരതം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. ചെറ്റ, ഇത് നിന്റെ തറവാടല്ല. ആണ് പെണ്ണ് കെട്ടവനെ, തരത്തിൽ കളിക്കട നാറി. ആ ഹാദിയയെ ഒരു വഴിക്കാക്കിയില്ലേ ചെളുക്കെ. MP പോലീസ് തീരുമാനിക്കും. ഓടാ ചെറ്റെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാനാണോടാ നാറി പിന്തുണ കൊടുക്കണ്ടേ? നിന്റെ കുടുംബത്തിലുണ്ടേൽ കൊണ്ടുകൊട്. ഇവൻ കുഴിമന്തി പോസ്റ്റിനെ പറ്റി വല്ലതും ഒഴിഞ്ഞോ? മതസൗഹാർദ്ദം ഉയർത്തി ഇപ്പോൾ പാതാളത്തിലെത്തി. ഹിന്ദുവിനെ ഒരുത്തനും മതസൗഹാർദ്ദം പഠിപ്പിക്കണ്ട. ഒരു റൂം അവർക്ക് കൊടുത്ത് മാതൃക കാട്ടട്ടെ. 10 പേര് കാണട്ടെ. ഒളിച്ചോടി വരുന്ന കാമുകന്മാരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ചുവോ? അന്യ സംസ്ഥാനത്ത് നിന്നുമാണ് വന്നത്, അന്യ രാജ്യത്ത് നിന്നല്ല. ഇവനെ ആജീവനാന്ത തടവിലിടാൻ വല്ല നിയമവും ഉണ്ടെങ്കിൽ അത് ഉടൻ ചെയ്യണം. ഈ കൊണ്ട് തോറ്റല്ലോ. സ്വന്തമില്ലാത്ത വസ്തുവിൽ നിന്നും ഒരു 5 സെന്റ് ഈ പാവങ്ങൾക്ക് കൊടുത്ത് സംഘികൾക്ക് ഒരു പണി കൊടുക്ക്. ഒക്കില്ല അല്ലേ? 18 വയസ്സ് തികഞ്ഞെങ്കിൽ ആർക്കാണ് ക്രിമികടി? അവർ ഒന്നിച്ച് ജീവിക്കട്ടെ. ഇത് ഇന്ത്യയാണ്. ഇത് ഇങ്ങനെ ഒരു താളി എന്ന് ഇന്നസെന്റിന്റെ കുതിരവട്ടം പപ്പുവിൽ ഉണ്ടായവൻ ഒപ്പ്. കേരളത്തിൽ മാല വിൽക്കാമല്ലോ. നമ്മുടെ 30 സെക്കൻഡ് വെറുതെ നഷ്ടപ്പെടുത്തരുത്, അത്രേ പറയാനുള്ളൂ. പുതിയ നവോത്ഥാന നായകനാണോ രാഹുൽ ഈശ്വർ? ഉടൻ SDPI മെമ്പറാകും. വെയിറ്റ് ആൻഡ് സീ.